ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം വെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. തിരുവില്ലാമല പാമ്പാടി ആത്രേയ ശ്രീശങ്കര വ്യാസ തപോവനത്തിന്റെ മഹാശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് മഹാരുദ്രഹോമം ഞായർ മുതൽ ബുധനാഴ്ച വരെ നടക്കും. തിരുവില്ലാമല പാമ്പാടി ആത്രേയ ശ്രീ ശങ്കര വ്യാസ തപോവനത്തിൽ മഹാശിവരാത്രി മഹാരുദ്രഹോമം നടക്കുന്നു. ഫെബ്രുവരി 23, 24, 25, 26 ഞായർ മുതൽ ബുധനാഴ്ച വരെയാണ് ശ്രീ ആത്രേയ ശങ്കര തപോവനത്തിൽ വെച്ച മഹാരുദ്രഹോമം നടക്കുന്നത്. യജ്ഞവേദിയിൽ നിത്യവും വിശേഷാൽ പരിപാടികൾ നടക്കും. മഹാഗണപതി ഹോമം, രുദ്രയാഗം, ശിവപൂജ, ഉമാമഹേശ്വര പൂജ, ശിവപുരാണ പാരായണം തുടങ്ങിയ നിരവധി വിശേഷാൽ പൂജാതി അനുഷ്ഠാന കർമ്മങ്ങളാണ് ആത്മീയ ഉണർവിലും എല്ലാവിധ ഐശ്വര്യങ്ങളും നാടിനും സമൂഹത്തിനുമായി നടത്തുന്നത്. ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ സംപൂജ സദ്ഗുരു ശ്രീ വ്യാസാനന്ദ ശിവയോഗി സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഉണ്ണിസ്വാമി അധ്യക്ഷനായിരിക്കും. ആത്രേയ ശങ്കരവ്യാസ തപോവനം സംപൂജ സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു. പാമ്പാടി തിരുവല്ലാമല ആത്രേയ ശങ്കര വ്യാസ തപോവനത്തിൽ ശിവരാത്രി മഹോത്സവവും രുദ്ര മഹാഹോമവും നടത്താൻ പോവുകയാണ് ശിവരാത്രിയോടനുബന്ധിച്ചിട്ട്. അപ്പോൾ നിരവധി പൂജകൾ, അഭിഷേകങ്ങൾ വരുന്ന ഭക്തർക്ക് നേരിട്ട് ഹോമത്തിൽ പൂജിക്കാനും ഹോമിക്കാനുള്ള ഒരു അവസരം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഹത്തായ ഹോമത്തിലൂടെ. അതോടനുബന്ധിച്ചിട്ട് ലോകപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നും തൃക്കാർത്തിക ദീപം തെളിയിക്കുന്ന മലമുകളിൽ നിന്നും അപൂർവമായി സിദ്ധിച്ചിട്ടുള്ള ഒരു ശില, അതിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ മഹാദേവനെ ശിവലിംഗവും നന്ദിയും അവിടെ വെച്ച് തന്നെ പണികഴിപ്പിക്കുകയും അവിടെ തന്നെ വെച്ചുകൊണ്ട് 14 കിലോമീറ്റർ ഗിരിവല പ്രദക്ഷിണം നടത്തി വായുലിംഗം, യമലിംഗം തുടങ്ങി എല്ലാ ലിംഗങ്ങളുടെ മുന്നിലും കൊണ്ടുപോയി അഭിഷേകങ്ങളും പൂജകളും മറ്റുള്ള കർമ്മങ്ങളെല്ലാം നടത്തിയ ശേഷം തിരുവണ്ണാമല ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഭദ്രദീപം ജ്വലിപ്പിച്ചുകൊണ്ട് മഹാലിംഗം ഇന്നലെ വൈകുന്നേരം ദക്ഷിണ ഭാരതത്തിലെ ഏക വേദവ്യാസ ക്ഷേത്രമായ ചിറ്റൂർ വ്യാസപരമാത്മാ മഠത്തിൽ എത്തിച്ചേരുകയും ഇപ്പോൾ ഇനി മുതൽ 2-3 ദിവസം ദിവസേനുള്ള വ്യത്യസ്ത തരത്തിലുള്ള പൂജകളും കർമ്മങ്ങളും വഴിപാടുകളും മഠത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 24-ാം തീയതി അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തിരുവല്ലാമല ഏകാദശിയോട് അനുബന്ധിച്ച് നമ്മൾ തിരുവല്ലാമലയിൽ ശിവലിംഗം എത്തുകയും 17 കിലോമീറ്ററാണ് ഈ മലയുടെ ചുറ്റളവ്. ഈ 17 കിലോമീറ്റർ ആദ്യമായിട്ട് ഗിരിപ്രതിഷ്ഠം വെച്ചത് ആദിശങ്കരനാണ്. അപ്പോൾ വില്വാദ്രിനാഥൻ എന്നുള്ള സംഭവം തുടങ്ങുമ്പോൾ തന്നെ സാക്ഷാൽ മഹാദേവനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് കാലത്തിൻ്റെ ഒരു മഹാവൈഭവമാകാം, മഹാ അത്ഭുതമായിട്ട് ഇത് കണക്കാക്കാൻ കഴിയുള്ളൂ. കാരണം അഭേദ്യമായിട്ടൊരു ബന്ധമാണ് നമ്മൾക്കിതിൽ മനസ്സിലാക്കുന്നത്. തിരുവണ്ണാമലയും തിരുവല്ലാമലയും ഇത് രണ്ടും ഒരു മലയുടെ കോൺസെപ്റ്റിലാണ് അതുള്ളത്. അതുകൊണ്ട് ഇതൊരു സമയം അതിനെ വന്നു എന്ന് മാത്രമാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട മഹാശിവലിംഗം ഇവിടെ തിരുവല്ലാമല ഏകാദശി ദിവസം ഈ തിരുവല്ലാമലയിൽ 17 കിലോമീറ്റർ ഗിരിവല പ്രദക്ഷിണം നടത്തിയ ശേഷം ശങ്കരവ്യാസ തപോവനത്തിൽ എത്തുകയും നമ്മളിവിടെ ഭഗവാനെ ഇരുത്തി മറ്റുള്ള പൂജകളും കർമ്മങ്ങളും നടത്തുന്നതോടുകൂടി എല്ലാ ഭക്തർക്കും നേരിട്ട് വന്ന് അതിന് ദർശിക്കാനും പൂജിക്കാനുള്ളൊരു അവസരം കൂടിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതോടുകൂടി ഇന്ന് ലോകത്തിൽ ദിനം പ്രതി ലക്ഷക്കണക്കിന് ജനമാണ് തിരുവണ്ണാമലയിലും ജനങ്ങൾ അവിടെ വന്ന് ഭക്തന്മാരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആശ്രമവും നമ്മുടെ പരിസരവും ഭക്തവിശ്വാസികളായി നിറയുകയും ഈ പ്രപഞ്ചമായിട്ടുള്ള ഈ സ്ഥലത്ത് തന്നെ ഒരു പുണ്യമായ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുകയും ജനങ്ങൾക്ക് സമക്ഷം സർവ്വ ദുരിതങ്ങളും ദുഃഖങ്ങളും തീർക്കാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നു ഇരിക്കുന്നതാണ് എനിക്ക് പ്രധാനമായും ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതൊരു മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് ഇത്രയും പവിത്രമായ ഒരു സ്ഥലത്ത് തിരുവണ്ണാമലയിൽ നിന്നും ഭഗവാൻ കൈലാസനാഥന് സമമായ അരുണാചലേശ്വരൻ തന്നെയാണ് അംശരൂപമായിട്ട് ഈ തിരുവല്ലാമലയിൽ വന്നിരിക്കുന്നത്. യാതൊരു തർക്കമില്ല. അതുകൊണ്ട് ഈ പുണ്യമായ പ്രവൃത്തികളിൽ മറ്റുള്ള പരിസരവാസികളും ഭക്തജനങ്ങളും വിശ്വാസികളും നമ്മുടെ ഈ മഹാഹോമത്തിൽ പങ്കെടുക്കുകയും അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി കൂട്ടായ ലോക പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഈ പുണ്യമായ കർമ്മത്തിൽ മറ്റുള്ള എല്ലാ ഭക്തങ്ങളും പാത്രീപരമാകണമെന്ന് ദൈവനാമത്തിൽ നമസ്കരിക്കുന്നു.
ട്രസ്റ്റ് ഡോക്ടർ അരുൺ ചന്ദ്രനും ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ഉത്കൃഷ്ടമായ ചടങ്ങുകളെക്കുറിച്ച് പ്രതിപാദിച്ചു. ജനാർദ്ദനൻ നായർ, സ്വാമി ശിവലഹരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാനവകുലത്തിനെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ചടങ്ങുകളിലേക്കായി ഏവരെയും സംഘാടകർ സ്വാഗതം ചെയ്തു. ആത്രേയ ശ്രീ ശങ്കരവ്യാസ തപോവനത്തിൽ 23-ാം തീയതി തുടങ്ങി നമ്മൾ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ നമ്മൾക്ക് കഴിഞ്ഞ വർഷം നടത്തിയാലും വ്യത്യസ്തമായിട്ട് ഒരു നല്ലൊരു അനുഭവം ഉണ്ടാകുന്നത് എന്തെന്നാൽ തിരുവണ്ണാമലയിൽ നിന്നും ദേവൻ സ്വയം തിരുവല്ലാമലയിൽ എത്തിച്ചേരുകയാണ്. അതിന് മുഖ്യമായിട്ടുള്ള പങ്കുവഹിച്ച നമ്മളുടെ ആചാര്യ ഗുരുവായ വ്യാസാനന്ദ പരമയോഗികളുടെ നേതൃത്വത്തിൽ മുഖ്യ കാർമ്മികത്വത്തിലും ആശ്രമത്തിൻ്റെ അധിപതി എന്ന നിലയിൽ എൻ്റെ നേതൃത്വത്തിലും ആണ് ഈ മഹത് കർമ്മം നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾക്കിവിടെ പലവിധ യാഗങ്ങളും യജ്ഞങ്ങളും, അതായത് ഗണപതി ഹോമമുണ്ട്, അഖണ്ഡ നാമജപങ്ങളുണ്ട്, രുദ്രമഹാ യാഗമുണ്ട്, അങ്ങനെയുള്ള യാഗങ്ങളും സർവൈശ്വര്യ പൂജ മുതലായ പൂജകൾ ഈ 3 ദിവസങ്ങൾ നടക്കുന്നത് കൂടാണ്ട് 26-ാം തീയതി വൈകിട്ട് നമ്മളുടെ ശങ്കര തടാകത്തിൽ, അതിന് പേര് ശരിക്കും ശങ്കര തടാകം എന്നല്ല, നിർമ്മൽ തടാകത്തിൽ നമ്മൾ മോക്ഷവിളക്ക് എന്ന് പറഞ്ഞൊരു ചടങ്ങ് കൂടി ആചരിക്കുകയുണ്ട്. കാര്യം നമ്മളുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മം, അത് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നല്ലവരായ നാട്ടുകാരും ഇതിനോട് താല്പര്യമുള്ള എല്ലാ മഹത് വ്യക്തികളും സംബന്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ അത് കൊണ്ടുപോയി നല്ലൊരു അന്തരീക്ഷം, അതായത് ഈ പുണ്യഭൂമി, അതായത് നമ്മളെല്ലാം പറയാവുന്ന പോലെ ഭാരതഖണ്ഡത്തിൻ്റെ ഈ ഭാഗം വളരെ ഐശ്വര്യ സമൃദ്ധമായി പണ്ടെന്തോ മറന്നുപോയിരുന്ന മൺമറഞ്ഞു പോയ ആ ഒരു പ്രൗഢി വീണ്ടും ഈ പ്രദേശത്തിന് വന്നു ചേരാൻ ആത്രേയം എന്നുള്ള പുണ്യഭൂമിക്ക് കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. CCV ന്യൂസ്, തിരുവില്ലാമല.